പാഴ്വസ്തുക്കൾക്ക് പുതുജീവൻ നൽകി ഒരു നാടിന് വർണ്ണച്ചിറകായി മാറിയ സന്തോഷിനെ പരിചയപ്പെടാമിനി. തിരുവനന്തപുരം നെടുമങ്ങാട് നഗരസഭയിലാണ് സന്തോഷ് എന്ന കലാകാരൻ വിസ്മയം ഒരുക്കിയിട്ടുള്ളത്. വലിച്ചെറിയുന്ന ടയറുകൾക്കും പ്ലാസ്റ്റിക് കുപ്പികൾക്കുമാണ് ഈ കലാകാരനിലൂടെ പുതുജീവൻ ലഭിച്ചത്. നാം പലപ്പോഴും ഉപയോഗശൂന്യമെന്ന് കരുതി വലിച്ചെറിയുന്ന വസ്തുക്കൾ ഇന്ന് നെടുമങ്ങാട് നഗരസഭയുടെ പരിസരത്ത് പുതുജീവൻ നേടി സന്ദർശകരുടെ ശ്രദ്ധ പിടിച്ചുപറ്റുകയാണ്. വ്യത്യസ്തമായ മാറ്റത്തിന് പിന്നിൽ കലാകാരനായ സന്തോഷ് പാപ്പനംകോടാണ്. ശുചിത്വ മിഷനും നെടുമങ്ങാട് നഗരസഭയും ചേർന്ന് നടപ്പാക്കിയ പദ്ധതിയിലൂടെ നെടുമങ്ങാട് നഗരസഭയുടെ തന്നെ പാർക്കിംഗ് ഏരിയയ്ക്ക് സമീപമുള്ള ഉപയോഗശൂന്യമായി കിടന്ന സ്ഥലം വർണ്ണാഭമായ കലാലോകമായി. സ്വച്ഛ് സർവേഷന്റെ നെടുമങ്ങാട് നഗരസഭയും കൂടെ ചേർന്നിട്ട് ഒരു മാലിന്യമല്ല എന്നൊരു പദ്ധതി ആവിഷ്കരിക്കുന്നുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നഗരസഭയ്ക്ക് ഉള്ളിലും അതുപോലെ തന്നെ അതിൻ്റെ ഒരു പാർക്ക് ഏരിയയിലുമായിട്ട് കുറച്ച് പാഴ്വസ്തുക്കൾ കൊണ്ട് കുറച്ച് കമ്പനിയുമായിട്ടുള്ള കുറച്ച് സാധനങ്ങൾ നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ നഗരസഭയും അതുപോലെ തന്നെ ശുചിത്വ മിഷനും സംയുക്തമായിട്ടാണ് ഈ പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത്. ഇത് എല്ലാ നഗരസഭകളും ചെയ്യുന്നുണ്ട്, അതോടൊപ്പം നമ്മളും അത് ചെയ്യുന്നുണ്ട്. പ്ലാസ്റ്റിക് ബോട്ടിലുകൾ, കുപ്പിയടപ്പുകൾ, സ്പൂണുകൾ, പഴയ സൈക്കിളുകൾ, സ്കൂട്ടർ ടയറുകൾ, ഉപയോഗശൂന്യമായ കളിപ്പാട്ടങ്ങൾ തുടങ്ങി പലരും മാലിന്യമെന്ന് കരുതുന്ന വസ്തുക്കളാണ് ഇവിടെ കലാസൃഷ്ടികളായി പുനർജനിച്ചത്. പഴയ ടയറുകളിലും തടികളിലും തീർത്ത ഇരിപ്പിടങ്ങൾ, വർണ്ണപ്പകിട്ടാർന്ന അലങ്കാരങ്ങൾ, പൂക്കളും പക്ഷികളും ഉൾപ്പെടുന്ന ആർട്ട് വർക്കുകൾ ഉൾപ്പെടെ സന്ദർശകരുടെ ശ്രദ്ധ ആകർഷിക്കുന്നുണ്ട്. 2 ആഴ്ചയോളം നീണ്ട അധ്വാനത്തിനൊടുവിലാണ് സന്തോഷ് ഈ മനോഹരമായ കാഴ്ച പൂർത്തിയാക്കിയത്. മാലിന്യം ഒരു മാലിന്യമല്ല എന്ന സന്ദേശം സമൂഹത്തിലേക്ക് എത്തിക്കുക എന്നതാണ് നെടുമങ്ങാട് നഗരസഭയും കലാകാരൻ സന്തോഷും ചേർന്ന് നിർവഹിച്ചത്. 30 വർഷത്തിലേറെയായി സിനിമ സീരിയൽ രംഗത്ത് കലാ സംവിധാന മേഖലയിൽ സജീവമാണ് സന്തോഷ്. ജനം, തിരുവനന്തപുരം.